ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ്. അവൾക്കൊരു ഓഫർ കിട്ടുന്നു ഒരു കോടീശ്വരൻ്റെ ഷിപ്പിൽ യാത്ര ചെയ്യാൻ. അവളുടെ തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു പെൺകുട്ടി വെള്ളത്തിലേക്ക് വീഴുന്നത് അവൾ രാത്രി കാണുന്നു. പിന്നീട് അങ്ങോട്ടുണ്ടായ സംഭവബഹുലമായ കാര്യങ്ങളാണ് ഈ വർഷം പുറത്തിറങ്ങിയ വുമൻസ് ഇൻ ക്യാബിൻ 10 എന്ന സിനിമയിൽ പറയുന്നത്. വളരെ സൈക്കോളജിക്കലി ത്രില്ലറായ ഒരു സിനിമയാണ് വുമൻസ് ഇൻ ക്യാബിൻ 10. നമ്മുടെ പൈററ്റ്സ് ഓഫ് കരീബിയനിലെ നായിക കെയ്റയാണ് ഇതിൽ മെയിൻ ലീഡിംഗ് റോളിംഗായി വന്നിട്ടുള്ളത്. നമ്മുടെ നായികയുടെ തൊട്ടടുത്ത റൂമിൽ നിന്നാണ് ആ പെൺകുട്ടി കടലിലേക്ക് വീണു പോവുക. ബാക്കി എല്ലാവരെയും നമ്മളെ നായിക വിളിച്ചുണർത്തുമ്പോൾ എല്ലാവരും പറയും അങ്ങനെ ആ റൂമിൽ ഒരു പെൺകുട്ടിയില്ല. പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന നായികയുടെ മാനസിക സംഘർഷവും എല്ലാം ഈ കഥയിൽ നന്നായി തന്നെ പറയുന്നുണ്ട്. ഇതിലെടുത്തു പറയേണ്ടത് ഓരോ ഫ്രെയിമും എടുത്തു നോക്കുമ്പോൾ വളരെ ലക്ഷറി ഫീൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വളരെ കളർ ഗ്രേഡിങ് ആയിക്കോട്ടെ എല്ലാതും വളരെ നീറ്റായി തന്നെ ഡയറക്ടർ, എഡിറ്റർ എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ ലോ ഹൈപ്പിൽ പോകുന്ന ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ വലിയൊരു സസ്പെൻസ് തന്നെ നമുക്ക് വേണ്ടി ഡയറക്ടർ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു. അതിൽ നായികക്ക് മനഃപൂർവ്വം സ്കോർ ചെയ്യാൻ വേണ്ടി വെച്ച മാതിരി ഒരു സീനായി പോയി. അതിൻ്റെ എൻഡിങ് കൊണ്ടുപോയി അവസാനിപ്പിച്ചത് അത് മാത്രമായിരുന്നു ഇതിലൊരു നെഗറ്റീവ് എന്നുള്ളത്. ബാക്കി എന്തെടുത്ത് നോക്കിയാലും വളരെ സ്മൂത്തായി പോയ ഒരു ക്രൈം ത്രില്ലർ. ഇപ്പോൾ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. എനിക്ക് അതിൻ്റെ ക്ലൈമാക്സ് ഒഴിച്ചു നിർത്തിയ ബാക്കിയെല്ലാം വളരെ നന്നായി തന്നെ ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. എല്ലാവരും കണ്ടിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ ആദ്യമായി നമ്മളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.